സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവങ്ങളാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരൻ. ഈ മൂന്ന് മൂർത്തികളെയും ചേർത്ത് ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നു. ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ ചുമതലകൾ യഥാക്രമം ഇവർക്കാണ്. എന്നാൽ ഈ മൂന്ന് ദൈവങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെക്കുറിച്ച് പുരാണങ്ങളിൽ രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആരാണ് ഏറ്റവും വലിയ ദൈവം എന്നതായിരുന്നു വിഷയം. വിഷ്ണു പറഞ്ഞു, ലോകം സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്, അതിനെ സംരക്ഷിക്കുന്നത് ഞാനാണ്, നശിപ്പിക്കുന്നത് ശിവനാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ലോകം സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംരക്ഷിക്കാനാണ്? അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയവൻ. ഈ തർക്കം തീവ്രമായപ്പോൾ പെട്ടെന്ന് ഒരു വലിയ അഗ്നിത്തൂൺ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് തുടക്കമോ ഒടുക്കമോ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു, ഈ അഗ്നിത്തൂണിന്റെ അറ്റം ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അവനാണ് ഏറ്റവും വലിയവൻ. യഥാർത്ഥത്തിൽ അവരെ പരീക്ഷിക്കാൻ ശിവൻ സ്വയം രൂപമെടുത്തതായിരുന്നു ആ തൂൺ. വിഷ്ണു ഉടൻ തന്നെ ഒരു വരാഹ രൂപമെടുത്ത് ആ തൂണിന്റെ അടിത്തട്ട് തേടി താഴേക്ക് പോയി. അതേസമയം ബ്രഹ്മാവ് ഒരു അരയന്നത്തിന്റെ രൂപമെടുത്ത് മുകളിലേക്ക് പറന്നു. കുറേ ദൂരം സഞ്ചരിച്ചിട്ടും വിഷ്ണുവിന് ആ തൂണിന്റെ അടിയിലെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ആഴം അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. ഒടുവിൽ അദ്ദേഹം തന്റെ പരാജയം അംഗീകരിച്ച് തിരിച്ചെത്തി. വിനയത്തോടെ വിഷ്ണു പറഞ്ഞു, ഈ അഗ്നിത്തൂണിന് തുടക്കമോ ഒടുക്കമോ ഇല്ല, ഞാൻ ഇതിനേക്കാൾ വലിയ ശക്തിയെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അജ്ഞാത ശക്തിയാണ് ഏറ്റവും വലിയവൻ. എന്നാൽ ബ്രഹ്മാവ് ഒരു നുണ പറഞ്ഞു. മുകളിലേക്ക് പറക്കുന്നതിനിടയിൽ ആകാശത്ത് നിന്ന് താഴേക്ക് വീണുകൊണ്ടിരുന്ന ഒരു താഴമ്പൂവിനെ അദ്ദേഹം കണ്ടു. താഴമ്പൂവിനോട് തനിക്കു വേണ്ടി കള്ളസാക്ഷി പറയാൻ ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു. ഞാൻ മുകളിലെത്തി, ഈ താഴമ്പൂവ് അതിന് സാക്ഷിയാണ് എന്ന് ബ്രഹ്മാവ് നുണ പറഞ്ഞു. ഇത് കേട്ട് ശിവൻ ആ അഗ്നിത്തൂണിൽ നിന്ന് തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് അത് ശിവനായിരുന്നുവെന്ന് വിഷ്ണുവിനും ബ്രഹ്മാവിനും മനസ്സിലായത്. ബ്രഹ്മാവും താഴമ്പൂവും നുണ പറഞ്ഞത് മനസ്സിലാക്കിയ ശിവൻ കോപത്തോടെ താഴമ്പൂവിനെ ശപിച്ചു, നീ ഈ നുണയ്ക്ക് കൂട്ടുനിന്നതുകൊണ്ട് ഇനി ഒരിക്കലും ദൈവങ്ങളെ, പ്രത്യേകിച്ച് എന്നെ, ആരാധിക്കാൻ നിന്നെ ഉപയോഗിക്കില്ല. അസത്യം പറഞ്ഞ ബ്രഹ്മാവിനെ ശിവൻ ശപിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, കള്ളം പറഞ്ഞതിലൂടെ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെയാണ് താങ്കൾ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യർ താങ്കൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുകയോ താങ്കളെ ആരാധിക്കുകയോ ചെയ്യില്ല. ഭൂമിയിൽ താങ്കളുടെ ആരാധന കുറഞ്ഞു പോകട്ടെ. അങ്ങനെ ശിവൻ മഹേശ്വരൻ അഥവാ ഈശ്വരൻ ആയി അറിയപ്പെട്ടു. ഈ കഥയുടെ ആഴത്തിലുള്ള സന്ദേശം അഹങ്കാരത്തെയും അസത്യത്തെയും മറികടന്ന് വിനയവും സത്യസന്ധതയും എപ്പോഴും ഉന്നതസ്ഥാനം നേടും എന്നതാണ്. വിഷ്ണു തന്റെ പരാജയം സമ്മതിച്ചപ്പോൾ ശിവന്റെ അനുഗ്രഹം നേടി. എന്നാൽ ബ്രഹ്മാവിന്റെ അഹങ്കാരവും കള്ളവും അദ്ദേഹത്തിന്റെ ആരാധനയ്ക്ക് തന്നെ വിലങ്ങുതടിയായി. ഇത് സത്യത്തിന്റെ ശക്തിയെയും ഓരോരുത്തരുടെയും കർമ്മഫലത്തെയും ഓർമ്മിപ്പിക്കുന്നു.